നിങ്ങളുടെ അല്ല മലപ്പുറത്തെ പലരുടെയും പ്രിയങ്കരനായ നേതാവ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് PDP ആയിട്ട് ഒരു ബന്ധവുമില്ല, ഈ കക്ഷികളുമായിട്ട് ഒരിക്കലും ഞങ്ങൾ ബന്ധം ഉണ്ടാക്കിയിട്ടുമില്ല, ഒരു കാലത്തും ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ നിങ്ങളെ ഉയർത്തി കാണിക്കുന്ന ഈ കത്ത് കേരളത്തിന്റെ നിയമസഭയിലെ MLA ലെറ്റർ പാഡിൽ മുസ്ലിം ലീഗിന്റെ അവർക്ക് പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ജയിലിലേക്ക് എനിക്ക് എഴുതി കൊടുത്തുവിട്ട ലെറ്റർ പാഡിൽ എഴുതി കൊടുത്തുവിട്ട കത്താണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞതിന് മുമ്പുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ കത്ത് എല്ലാവർക്കും അറിയാം. ഞാനിത് ആലുവയിൽ വെച്ച് ആരായിരുന്നു MLA? യൂസുഫ് MLA, CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ MLA യൂസുഫിന്റെ കയ്യിൽ ഈ കത്ത് കൊടുത്തിട്ട് സാക്ഷ്യപ്പെടുത്തിച്ചു, ഇത് MLA ലെറ്റർ പാഡാണ്, MLA എഴുതിയ കത്താണ് എന്ന്. ഇത് കുഞ്ഞാലിക്കുട്ടി എഴുതി കൊടുത്തുവിട്ട കത്താണ്. എന്ത് ചോദിച്ചിട്ട്? UDF-ന് PDP-യുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തുവിട്ട കത്താണ്. ഈ കത്ത് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ചങ്കുറപ്പുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ, പറയുന്ന വാക്കിനോട് എപ്പോഴെങ്കിലും നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കോട്ടയ്ക്കലെ ഈ പ്രവിശാലമായ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കോട്ടയ്ക്കലെ ഈ ബസ് സ്റ്റാൻഡിൽ മൈക്ക് കെട്ടിക്കൊണ്ട് പച്ചക്കൊടിയും കെട്ടിക്കൊണ്ട് അദ്ദേഹം മറുപടി പറയട്ടെ, അങ്ങനൊരു കത്ത് കൊടുത്തു വിട്ടിട്ടില്ല എന്നുള്ള ധൈര്യമുണ്ടോ? 2, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ പണ്ഡിതന്മാർ, ദക്ഷിണ കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ തിരുവനന്തപുരത്തെ പൂന്തുറ ഹിദായത്തുൽ ഇസ്ലാം അറബിക് കോളേജിന്റെ പ്രിൻസിപ്പൽ ആദരണീയനായ ഉസ്താദ് PK കോയ മൗലവി, അതുപോലെ ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദിന്റെ സംസ്ഥാന ഘടകത്തിന്റെ പ്രസിഡന്റും കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ പ്രസിഡന്റുമായിരുന്ന ജനാബ് അൽഹാജ് മുഹമ്മദ് നൂഹ് മൗലവി, അതുപോലെ കേരളത്തിലെ മധ്യ കേരളത്തിലെ ഒരു പള്ളിയിൽ ഇമാമും പ്രമുഖ പ്രഭാഷകനുമായ ബാവ മൗലവി, ഈ 3 പേരെയാണ് ആദ്യമായി ജയിലിലേക്ക് എന്നോട് സംസാരിക്കാൻ വേണ്ടി വിട്ടത്. എന്നിട്ട് അദ്ദേഹം ഈ ആളുകളോട് പറഞ്ഞു വിട്ടത് എന്താണെന്നറിയോ? ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞതിന് മുമ്പത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ ഇടതുപക്ഷത്തിനത് ഗുണകരമാവും, ഇടതുപക്ഷം അധികാരത്തിൽ വരും, ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അത് അപകടമാവും. അതുകൊണ്ട് 5 കൊല്ലം ഇടതുപക്ഷം അധികാരത്തിലിരുന്നു, ഇനിയും ഇടതുപക്ഷം അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുസ്ലിം സമുദായത്തിലെ ഒരൊറ്റ വോട്ടും ഭിന്നിച്ചു പോകാത്തവണ്ണം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ UDF-ന് പിന്തുണ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞുവിട്ട 3 പണ്ഡിതന്മാരും ഇന്നും ജീവനോടിരിപ്പുണ്ട്. ഞാൻ പറയുന്നു, അവരെ ഞാൻ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റിയിട്ട് അവരെ കൊണ്ട് വേണ്ടി വന്നാൽ ഞാൻ പറയിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ അങ്ങോട്ട് അവരെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന്. ഇല്ല എന്നവരെ